ആദ്യം CPM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, ആശ്വാസകരമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഇടക്കാല ഉത്തരവ് എന്ന് മന്ത്രി പറയുന്നു, കമ്മീഷൻ പറയുന്നു. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും മുനമ്പത്തെ ജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഇടത് പക്ഷത്തിന്റെ നിലപാടിനൊപ്പമല്ല. മുനമ്പത്ത് വഖഫ് ബില്ലിനെ അനുകൂലിച്ച BJPക്കൊപ്പമാണ്. ആ തരത്തിൽ രാഷ്ട്രീയ കളം മാറ്റങ്ങൾ അവിടെ നടക്കുന്നു. മറ്റന്നാൾ താങ്ക് യു മോദി എന്ന വലിയൊരു അഭിനന്ദന സമ്മേളനം ഒരുക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം വന്നുകൊണ്ടുള്ള ഒരു അഭിനന്ദന സമ്മേളനം ഒരുക്കുന്നു. ഏത് തരത്തിലുള്ള ആശ്വാസകരം എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്? ഇത് നമ്മുടെ പൊതുവിൽ ടെലിവിഷൻ ചർച്ചകളും കഴിഞ്ഞ കുറച്ചു ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ മതധ്രുവീകരണത്തിനും അതിലൂടെ എങ്ങനെയെങ്കിലും ഏത് പിൻവാതിൽ വഴിയാണെങ്കിലും കയ്യടി നേടുക എന്ന നിലപാടുമായിട്ട് BJP തെറ്റായ സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ പൊതുവിൽ ഈ ചർച്ചകളുടെ എല്ലാം ഒരു സ്വഭാവം പരിശോധിക്കുമ്പോഴും വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കുന്ന പ്രയോഗങ്ങളും സ്റ്റേറ്റ്മെന്റുകളുമൊക്കെ ഈ ചർച്ചകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ മുനമ്പത്തെ പ്രശ്നത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രിയുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. മുനമ്പത്തെ ജനങ്ങൾ 600ഓളം കുടുംബങ്ങൾ അവര് താമസിക്കുന്ന അവരുടേതായിട്ടുള്ള അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കാനോ അവരുടെ അവകാശങ്ങൾ ഹനിക്കാനോ ഒരു കാരണവശാലും ഗവൺമെന്റ് തയ്യാറാവുകയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നികുതി അടയ്ക്കാനുള്ള അനുമതി അടക്കം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചത്. അതോടൊപ്പം റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിച്ചപ്പോഴും ഗവൺമെന്റിനെതിരെയും കമ്മീഷനെതിരായിട്ടുമൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് UDFന്റെ ഭാഗത്ത് നിന്നുമൊക്കെ പല ആക്ഷേപങ്ങളും ഉയർന്ന് വരികയുണ്ടായി. എന്നാൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെടുകയും ജനങ്ങളുടെ താമസിക്കാനുള്ള അവരുടെ വസ്തുക്കളുടെ മേൽ അവർക്ക് അവിടെ കുടിയിറക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ഗവൺമെന്റ് ആ വിഷയങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടിയും ശരിയായ ഒരു നിർദ്ദേശം സമർപ്പിക്കുന്നതിനു വേണ്ടിയും നിയമപരമായ കമ്മീഷനെ അവിടെ നിയമിച്ചത്. അത്രയും ഗൌരവം ആ വിഷയത്തിൽ കണ്ടതുകൊണ്ടാണ്. എന്നാൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നൊക്കെ ദൌർഭാഗ്യകരമായ ഒരു വിധി വരികയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഏറ്റവും അടിയന്തരമായിട്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ അപ്പീല് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അതോടൊപ്പം ഈ കമ്മീഷന്റെ പ്രവർത്തനം തടയരുത് എന്ന അഭ്യർത്ഥനയുമായി കോടതിയുടെ മുന്നിലേക്ക് പോകുന്നു. ഈ കമ്മീഷന്റെ പ്രവർത്തനം സാധ്യമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉയർന്നു വന്ന ഒരു തർക്കത്തിന് പരിഹാരമുണ്ടാക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടാണ്, പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. അതോടൊപ്പം ഹൈക്കോടതിയുടെ മുന്നിലടക്കം മുനമ്പത്തെ ഭൂമി പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് എന്തൊക്കെ ഇതിൽ ചെയ്യാൻ സാധിക്കും എന്നതിന്റെ വ്യക്തമായ നിലപാട് കൂടിയാണ് ഈ കമ്മീഷന്റെ രൂപീകരണത്തിൽ ഗവൺമെന്റിനെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗവൺമെന്റിന്റെ നിലപാടിനെയും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെയും അംഗീകരിച്ചുകൊണ്ടാണ് മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. BJPയും അതോടൊപ്പമുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി, മതധ്രുവീകരണത്തിനു വേണ്ടി രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ചോരക്കൊതിയന്മാരായ ചെന്നായ്ക്കളുടെ രൂപത്തിൽ BJPയുടെ രാഷ്ട്രീയം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത നിലപാട് ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ വിഷയമെന്ന നിലയിലല്ല, ഒരു വലിയ ജനവിഭാഗത്തിന്റെ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനും
അവരുടെ ആ ഭൂമിക്കുമേലുള്ള അവരുടെ പ്രതിസന്ധി പരിഹരിക്കാനുമുള്ള വളരെ വളരെ പിന്നെ സുതാര്യമായ നിലപാടിനോടുള്ള കോടതിയുടെ അംഗീകാരവുമാണെന്ന് തീർച്ചയായിട്ടും ഞാൻ കരുതുകയാണ്. അല്ല, ശ്രീ ഷിജുഖാൻ, ഈ കമ്മീഷനെ നിയമിച്ചത് ജനങ്ങളെ പറ്റിക്കലാണെന്ന് BJP പറയുന്നു. ഈ വഖഫ് ബില്ല് പാസ്സായ ദിവസം അത് തന്നെയാണ് സമരസമിതിയിലെ ജനങ്ങളും ആ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. കമ്മീഷൻ ഇല്ലാതെ തന്നെ പ്രശ്നം പരിഹരിക്കണമായിരുന്നു, സർക്കാർ ഇത് നീട്ടി വഷളാക്കിയെന്ന് കോൺഗ്രസും പറയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഈ കമ്മീഷൻ റിപ്പോർട്ടുമേൽ നടപടിയെടുക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ട്. അതായത് ഒരു തുടർ നിയമപ്രക്രിയകൾ മുന്നിൽ നിൽക്കുന്നു. ഇതാണോ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പരിഹാരം? ഇതെങ്ങനെ ഒരു ശാശ്വത പരിഹാരമാകും എന്നൊക്കെയുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ടാവില്ല. ഈ ആശയക്കുഴപ്പം കൃത്യമായി പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ? അല്ല, അതായത് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന ഒരു ഭൂമിക്കുമേൽ, നമുക്ക് കൈവശാവകാശമുള്ള ഒരു ഭൂമിക്കുമേൽ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ നമുക്ക് ഓരോരുത്തർക്കും ആശങ്ക സ്വാഭാവികമാണ്. നമുക്ക് അതിന്മേലുള്ള നമ്മുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. എന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുത്തിവെച്ച ഒരു കാര്യമൊന്നുമല്ല. ആ മുനമ്പത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം അതൊന്നുമല്ല. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഹൈക്കോടതിയുടെ മുന്നിലുള്ള നിരവധി കേസുകൾ, മുനമ്പത്തെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുന്നിലുള്ള നിരവധി കേസുകളുണ്ട്. ഹൈക്കോടതിയുടെ ചില ജഡ്ജ്മെന്റുകളുണ്ട്. ഹൈക്കോടതി ജഡ്ജ്മെന്റ് അടക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം ഉൾപ്പെടെ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാടെടുത്തു. അത് ആശങ്ക പരിഹരിക്കുന്നതിന്റെ ഭാഗമാണ്. ഹൈക്കോടതിയിലടക്കം കേസുള്ളപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഗവൺമെന്റ് അക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പിന്നെ 10 മിനിറ്റ് കൊണ്ടും 15 മിനിറ്റ് കൊണ്ടും ഒരു ഭൂമി പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെയുള്ള പിന്നെ ഈ അമിതമായ വാദങ്ങൾ, അതിവാദങ്ങളാണ് ശ്രീ VD സതീശനെ പോലുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും മുന്നിലുള്ള വിഷയങ്ങളിൽ 10 മിനിറ്റ് കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അസാധ്യമാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണ്? നമ്മുടെ മുന്നിലുള്ള വഴി ഇപ്പൊ കമ്മീഷൻ രൂപീകരിക്കുന്നത് പറ്റിക്കലാണ് എന്ന് BJP ആരോപിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സങ്കീർണമായ പ്രശ്നത്തിന്മേൽ ഒരു ഗവൺമെന്റിന് എങ്ങനെ ഇടപെടാൻ സാധിക്കും? ഗവൺമെന്റിന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? ഹൈക്കോടതിയുടെ വിധി എന്ത് തന്നെയായാലും, ഹൈക്കോടതിയുടെ കേസ് എന്ത് തന്നെയായാലും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു എന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനും തീരുമാനമെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്മേൽ ഒരു കമ്മീഷൻ നിയമനത്തിലേക്ക് പോകുന്നത്. അത് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസാണ് അതിന്റെ അധ്യക്ഷൻ. അത് ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ധരിപ്പിക്കുന്നതിന്റെ ഗൗരവം കൂടിയാണ്. അപ്പോ എന്താണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ്? അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം എന്താണ്? അതിന്മേൽ വഖഫ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളടക്കമുണ്ട്. അപ്പോ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ശരിയായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരണം. അതിന് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റിലൂടെ കൃത്യമായിട്ടുമുള്ള വിലയിരുത്തൽ ഗവൺമെന്റിന് എത്തിച്ചേരാൻ സാധിക്കും. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്തിന് അവിശ്വാസത്തിലെടുക്കണം? ഇപ്പോ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ CPIM-ന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ വക്താവ് വല്ലതുമാണോ? അദ്ദേഹം വളരെ സ്വീകാര്യനായ ഒരു ജുഡീഷ്യൽ ഓഫീസറായി ഇന്ത്യയിൽ അറിയപ്പെടുന്നയാളാണ്. അപ്പോ ആ കമ്മീഷൻ, നിങ്ങൾ ഒറ്റ കാര്യം കൂടി അപർണ, ആ കമ്മീഷന്റെ രൂപീകരണം കബളിപ്പിക്കലും പറ്റിക്കലുമാണെന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും BJP ശ്രമിച്ചത് അവർക്കുള്ള താക്കീതാണ്, അവർക്കുള്ള തിരിച്ചടിയാണ് കോടതിയിൽ. ശരി, ഞാൻ തിരികെ എത്താം. ഡോക്ടർ ഷിജുഖാൻ, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് വസന്ത തെങ്ങുമള്ളി.